അയ്യോ എന്റെ ദൈവമേ, കടലിൽ ടിവിയിലൊക്കെ ഇംഗ്ലീഷ് ചാനലിൽ കാണുന്ന പോലെ അതേ സെറ്റപ്പ്. എനിക്കറിയാൻ വളർന്നു ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടായിരിക്കുന്നു. അവിടേട്ടനല്ലേ? അതെ. അയ്യോ എന്റെ ദൈവം, ഞാൻ ഈ മനസ്സിലും സ്വപ്നത്തിലും ഈ അമർചിത്ര കഥകളൊക്കെ ഇല്ലേ അതിനകത്തൊക്കെ കാണും പോലെ തന്നെ ഇത്. അയ്യോ ഇത് പറഞ്ഞ പോലെ നല്ല കല്ലും കട്ടിയൊക്കെയാണുള്ളത്. സുന്ദരനായിട്ടുണ്ടോ? സുന്ദരനായിട്ടുണ്ട്. ഞാനോ? അയ്യോ ഇതിലും സുന്ദരനായിരുന്നു ഞാൻ. മമ്മൂട്ടിയെ പോലെ ഇരുന്നത്. കൊറോണ വന്ന ശേഷം ഇങ്ങനെ ആയി പോയത്. അല്ല കടലിനടിയിലൊക്കെ കൊറോണ വരൂ? ഏതിനടിയിലാ കൊറോണ ഇല്ലാത്തത്? ദൈവമേ, എന്താ ഇവിടെ നിങ്ങൾ വന്നത്? വരാന്ന് വെച്ചാലേ ഈ തിന്നിട്ട് എല്ലിനിടെ കയറി. അപ്പൊ ചുമ്മാ ഒന്ന് കുളിക്കാൻ ഇറങ്ങിയതാ. ഈ സാധനത്തിന്റെ കനം കാരണം നേരെ താഴേക്ക് ഇങ്ങ് പോകുന്നു. പിന്നെ ഇവിടെ എല്ലാവരും കണ്ടിട്ടങ്ങ് വെക്കാം. ഓക്സിജൻ സിലിണ്ടർ ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടില്ലോ അല്ലേ? അയ്യോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വരുന്ന ആളെ അറിയാവോ? അതാരത്? മുത്തിച്ചിപ്പി. ഇതോ മുത്തുച്ചിപ്പിയോ? എന്റെ ദൈവമേ, എനിക്ക് മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞാൽ ജീവനാ. ജീവൻ. കട്ടിലിന്റെ അടിയിൽ ഇത്ര അടുക്കായിരിക്കണേ മുത്തുച്ചിപ്പി. ആണോ? പുസ്തകമോ? അയ്യോ പുള്ളിയുടെ പേര് പുസ്തകമുണ്ടോ? പിന്നല്ലേ എന്റെ മുത്തുച്ചിപ്പി ചേട്ടാ, ഐ ലവ് യു. തൊട്ടു അങ്ങോട്ട് മാറി. നിങ്ങളെ പോലുള്ള മനുഷ്യരാണ് എന്നെ ഏറ്റവും കൂടുതൽ അവമാനിച്ചിട്ടുള്ളത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഒരു ഫംഗ്ഷന് പോകാൻ പറ്റുന്നില്ല, നാലാളെ മുഖത്ത് നേരെ നോക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ നാലാളുടെ മുഖത്ത് നോക്കാത്തത്? നിങ്ങൾ മനുഷ്യരല്ലേ? എന്റെ പേരിൽ ഒരു അശ്ലീല പുസ്തകം ഇറക്കിയിട്ട് അതാ മൊത്തം അച്ചടിച്ച് വെക്കുന്നത്. എന്റെ പൊന്നു മുത്തുച്ചിപ്പി ചേട്ടാ, ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ എന്റെ വായനക്കാരൻ മാത്രമല്ല, നിങ്ങളുടെ പേര് കളങ്കപ്പെടുത്തിയത് ഞാനല്ല. പ്ലീസ് അപ്പോൾ ക്ഷമിക്കുക. ഞാൻ മനുഷ്യർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കും. ആയിക്കോട്ടെ. അയ്യോ അതാരാ വരുന്നേ? അയ്യോ അതാരെന്ന് അറിയത്തില്ലേ? ഞങ്ങള് കടലല്ലേ, അതിന്റെ തേരാളിയാ, നീരാളി. ഹലോ നീരാവി. നീരാവിയല്ല, നീരാളി. അതെ നീരാളി. അതെ. എന്നാ വിശേഷമൊക്കെ? ഓ എന്നാ വിശേഷം? ഓരോ ഓളത്തിന് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ ഇത് പരിപാടി. അല്ല സത്യം പറഞ്ഞ നിങ്ങൾക്ക് എത്ര കൈയുണ്ട്? എനിക്ക് 8 കൈയുണ്ട്. 8 കൈയുണ്ട്. 8 കൈയുണ്ട്. സത്യം പറഞ്ഞ ഈ പുള്ളി ഇവിടെ ജനിക്കേണ്ടവനല്ല, ഞങ്ങളുടെ കേരളത്തിൽ ജനിക്കേണ്ടവനാ. അതെന്തിനാ? ബീവറേജിന്റെ ക്യൂവിലൊക്കെ ചെന്ന് ഒരാക്കടെ തലേ കയറി നിന്നിട്ടുണ്ടല്ലോ, തിരിച്ചിങ്ങി 8 ഫുള്ള് ഓട്ടം ഇറങ്ങാം. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് മറച്ചു വെക്കാം. എത്ര ഫുള്ള് എത്ര രൂപ കിട്ടുമെന്ന് അറിയാമോ? പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കാനേ യോഗമുള്ളൂ. നമ്മളുടെ ജോലി കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ പോണത്. പിന്നെ നിങ്ങൾ ഇടക്കിടക്ക് ഈ നീരാളി നീരാളി എന്ന് തന്നെ വിളിക്കണ്ട. എനിക്കത് വേറൊരു പേരായിട്ടാ ഫീൽ ചെയ്യണത്. നിങ്ങൾക്ക് അത്രക്ക് ഇതാണെങ്കിൽ നിങ്ങൾ എന്നെ നീരു എന്ന് വിളിച്ചോ. അല്ല ഈ നീരു എന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈ ചതവുണ്ടെങ്കിലേ നീര് വരത്തുള്ളൂ. എങ്കിലല്ലേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അല്ല നിങ്ങൾക്ക് ഇരിക്കുമ്പോ അവിടെ നിങ്ങൾ ചതവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നീരു എന്ന് വിളിക്കാം. എനിക്ക് അങ്ങനെ ചതവൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഞാൻ പലരെയും ചതക്കാറുണ്ട്. ആണല്ലേ? അതെ. ഞാനേ സത്യം പറഞ്ഞ നിങ്ങളെയൊക്കെ കണ്ട് ത്രില്ലടിച്ചിരിക്കുക. അയ്യോ ഇതെന്താ ഈ മഞ്ഞമീൻ മാത്രം ഇങ്ങനെ ഒരു സൈഡിലേക്ക് പോണേ? ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുണ്ട്, അത് കാണാൻ വേണ്ടി പോകുന്നതാ. യൂണിഫോം ഒക്കെ ഇട്ട് ഇവിടെയുണ്ടോ കേരള ബ്ലാസ്റ്റേഴ്സ്? കേരള ബ്ലാസ്റ്റേഴ്സ് മിന്നിച്ചോണ്ടിരിക്കല്ലേ, അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് ഒരുപാട് ആരാധകരുണ്ട് ഇവിടെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുക. ആയിക്കോട്ടെ, അപ്പൊ ഞാൻ അങ്ങോട്ട് വിട്ടോട്ടെ, കുറച്ച് പരിപാടികളുണ്ട് എനിക്ക്. ഉണ്ടല്ലേ? ശരി ഓക്കെ. ഞാൻ ഓർക്ക ഈ താറാവിന്റെ ഒക്കെ ഗതികേടെ എനിക്കിതിട്ടിട്ട് നടക്കാൻ പറ്റില്ല. ഈ താറാവൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ട് ഒരു ആയുസ് മൊത്തം അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം വെച്ചിട്ടെ, നിങ്ങളെല്ലാവരും കണ്ടു, എനിക്ക് വളരെ ഇഷ്ടമായി. എനിക്ക് മറ്റേ മത്സ്യകന്യകനെ ഒന്ന് കാണാനുള്ള ഏർപ്പാടുണ്ടാക്കി തരാമോ? മത്സ്യകന്യക ഇവിടെ ഉണ്ട്, കറങ്ങി നടപ്പുണ്ട്. മത്സ്യകനെ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് പൊയ്ക്കോണം. നീരാളി അറിഞ്ഞ കലിപ്പാവോ? അതെന്തിനാ ഞാൻ പുള്ളിക്കാരത്തിനെ കാണാൻ നീരാളി കലിപ്പാക്കണേ? 24 മണിക്കൂറും ഈ നീരാളി മത്സ്യയുടെ പുറകെയാ. അതെന്താ? അവന് ഭയങ്കര ഇഷ്ടം, പ്രേമം. പക്ഷേ മത്സ്യക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, ഞാൻ കണ്ടാ കുഴപ്പമില്ലല്ലോ. അവന്റെ ഇഷ്ടം നമുക്ക് നോക്കണം, പെണ്ണിന്റെ ഇഷ്ടമല്ലേ നമുക്ക് വേണ്ടത്. ഇവിടെ എവിടെ ഉണ്ടായിരുന്നു? അതാ വരുന്നു മത്സ്യകന്യക. പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, മനുഷ്യൻ നമുക്ക് വേണ്ടി ചൂണ്ടയും വലയൊക്കെ വിരിക്കും. അതിപ്പോ കുടുങ്ങല്ലേ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന നീ ഇതിനകത്ത് വന്ന് പെടുന്ന വാരി വലയ്ക്കുമ്പോ ഈ റോസ്റ്റഡ് ചിക്കന്റെ ഒക്കെ പീസ് ഇട്ടിട്ട് ഇങ്ങനെ ചൂണ്ട താഴെ കിട്ട ആരായാലും കയറി പിടിക്കത്തില്ലേ? നമ്മളിതൊന്നും കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ രക്ഷിക്കും ഇത്?
ഞാനൊരു കാര്യം ചെയ്യട്ടെ? എന്താ? ഞാനങ്ങ് രക്ഷിച്ചാലോ? അയ്യോ, രക്ഷിക്കുമോ നിങ്ങള്? പിന്നെ ഞാൻ ഉത്സവപ്പറമ്പിൽ ഇഞ്ചി മിഠായി വെക്കാൻ നടക്കുന്ന ആളാണോ? ഞാൻ എന്തോരം ചൂണ്ടയിട്ട് മീൻ പിടിച്ചിട്ടുണ്ട്. കൂളാവാതെ കൈ കൊള്ളാതെ ഞാൻ ഈ ചൂണ്ട ഊരിയിട്ടുണ്ട്. എനിക്ക് കൂളായിട്ട് ഊരാൻ ഒന്ന് രക്ഷിക്കുന്ന. അയ്യോ, ഒന്ന് രക്ഷിക്ക. ഒന്ന് രക്ഷിക്കൂ. അതായത് ഈ പാണ്ടിലോറി വളവ് തിരിക്കും പോലെ ഒരു കറക്ക് കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അങ്ങനെയുണ്ട്. നിങ്ങൾ എന്റെ ജീവിതം തിരിച്ചു തന്നു. ഓ. നിങ്ങൾ ആരാ? നിങ്ങൾ എങ്ങോട്ട് പോന്നു? ഞാൻ ഒരു വഴി അന്വേഷിച്ചിറങ്ങിയതാ. എങ്ങോട്ടുള്ള വഴി? നിങ്ങളുടെ മനസ്സിലേക്കുള്ള വഴി. എന്റെ മനസ്സിലേക്കോ? അയ്യോ, അത് ഒരിക്കലും ശരിയാവത്തില്ല. എന്താ? നമുക്ക് വിവാഹിതരാവാൻ പറ്റില്ല. അയ്യോ, ഞാൻ പറ്റാത്ത. ഞാൻ മത്സ്യവർഗവും താങ്കൾ മനുഷ്യവർഗവുമാണ്. അതിനെന്താ കുഴപ്പം? അതിന് എന്താ കുഴപ്പമെന്ന് വെച്ചാല് ഞങ്ങളുടെ ഒരൊറ്റ പ്രസവത്തില് 1500 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അമ്മച്ചി, 1500 കുഞ്ഞുങ്ങളോ? കുഞ്ഞുങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങളൊക്കെ പ്രസവിക്കുമ്പോ 1-2 പിള്ളേരൊക്കെ ഉണ്ടാകത്തുള്ളൂ. എന്നാ പരിപാടിയാന്ന് ആലോചിച്ച് ഒറ്റ പ്രസവത്തിൽ 1500 പിള്ളേര്. പേര് മത്സ്യകന്യകാന്ന്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ 1500 പിള്ളേര് ഇതെനിക്ക് എങ്ങനെ 28 കിട്ടും? അതൊക്കെ പോട്ടെ, ഇതിനെങ്ങനെ പേരിടും? 1-2 കുഞ്ഞുങ്ങൾക്കൊക്കെ പേരിടും. ബാക്കിയുള്ളവരൊക്കെ നമ്പർ അടിച്ചങ്ങ് വിടും. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചാല് എങ്ങനെ ജീവിക്കുമെന്നാ പറയുന്നേ? നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വറുത്തടിക്കില്ല. ഞാൻ അറിയാതെ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞ സംഭവം. എന്നെ സംഭവം എന്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ടില് ഞാനൊരു കുളം അങ്ങ് കുഴിക്കും. കുളം കുഴിച്ചിട്ട് ഞാൻ നിന്നെ അതിനകത്ത് ഇടും. എന്നിട്ട് ഞാനൊരു സ്റ്റീലിന്റെ കിണ്ണം തുളച്ചിട്ട് ഇവിടെ തൂക്കിയിടും. അവിടെ അലൂമിനിയത്തിന്റെ തവിയും വീടും. നിനക്ക് എന്നെ കാണണമെന്നോ എന്നോട് എന്തെങ്കിലും സംസാരിക്കണമെന്നോ ഒരു ത്വര വരുവാണെങ്കിൽ നീ കിണ്ണത്തില് ഈ തവി വെച്ച് ടൺ അടി അടിച്ചാൽ മതി. ഞാൻ ചുട്ടിത്തോർത്ത് കൊടുത്തിട്ട് മാക്രി ചാടുമല്ലേ അങ്ങനെ ചാടും. നമ്മൾ ആശയവിനിമയം നടത്തുന്നു, വീട്ടിൽ കയറി വരുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അതൊക്കെ ഐഡിയ ഒക്കെ കൊള്ളാം. നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഐ ലവ് യു. പക്ഷെ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുണ്ട്. നീരാളി. ആ, പുള്ളിക്കാരൻ ഇങ്ങോട്ടെങ്ങാനും വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊല്ലും. എന്നെയോ? ആ, കൊല്ലും. കഴിഞ്ഞ ദിവസം തന്നെ കേക്കണോ, ഞാൻ ദേ അവിടെ നിൽക്കുവായിരുന്നേ, എന്റെ കയ്യിൽ കയറി ഒരു പിടുത്തം. നിനക്ക് കയ്യില്ലായിരുന്നു? ആ കൈ ഒന്ന് തട്ടിക്കളയണായിരുന്നു. എന്റെ പൊന്നെ, ഇതെന്തോ ഈ പറയുന്നത്? നമുക്കൊക്കെ 2 കൈയല്ലേ ഉള്ളൂ. പുള്ളിക്കാരന് 8 കൈയുണ്ട്. ഞാൻ എത്ര കൈന്ന് വെച്ചാ തട്ടി മാറ്റുന്നത്? ഒരു കൈ മാറ്റുമ്പോ അടുത്ത കൈ വെച്ച് കയറി പിടിക്കുമെന്നേ. എന്റെ പൊന്നെ, ഇവനെ കൊണ്ടൊക്കെ ഇവനെ കേസ് കൊടുത്താലോ നമുക്ക്? എന്ത് കേസ് കൊടുക്കാനാ? എന്റെ വീടിന്റെ അടുത്തൊരു ഇടിയനെ നീരാളി വരുന്നു. എടാ സ്കൂബേ, ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? അതേടാ, എന്റെ മനസ്സിലിരിപ്പ് ഇത് തന്നെയാ. എന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാണല്ലോടി? ഇല്ലല്ല, ഞാൻ തട്ടിക്കൊണ്ടു വന്നതല്ല, വിളിച്ചോണ്ട് വന്നതാ. എടീ, നിനക്ക് ഓർമ്മേണ്ട കുട്ടിക്കാലം മുതലേ? കുട്ടിക്കാനത്ത് മുതലേ? എടാ, നീ ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. എന്നാ സംസാരിക്കും. എടീ, സ്കൂളിൽ പഠിച്ചിരുന്ന കാലം മുതലേ. സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ? കടലിനടിയിൽ പുസ്തകം മറിച്ച് കഴിഞ്ഞാൽ താള് കീറിപ്പോവില്ലേ നനഞ്ഞിട്ട്? നീ ഒന്ന് ചുമ്മാതിരിക്കോ. എടീ, നീ എനിക്ക് അന്ന് ഒരു മയിൽപ്പീലി തുണ്ടും നിന്റെ ഫോട്ടോയും തന്നിരുന്നു. അതിന്ന് ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുമോ? ഇതൊക്കെ പേഴ്സണാത്തല്ലേ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഇവനെ ഞാൻ എന്താ കൈവെട്ടിയാൻ അടിച്ചാൽ കൊല്ലും ഞാൻ. പറമ്പിലെ ബലൂൺ കച്ചവടക്കാരാ. എന്റെ അടുത്ത് സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ഭയങ്കര പിടിപാടുള്ള ആളാ. ഇവിടെ മാത്രമല്ല, എനിക്ക് തലസ്ഥാനത്ത് വരെ പിടിയുണ്ട്. എനിക്ക് നിനക്ക് എവിടെ പിടിയിട്ടായാലും ഇരിക്കത്തടാ. അപ്പൊ നീ ഇവിടെ കെട്ടാൻ തീരുമാനിച്ചു? ഞാൻ ഇവിടെ കെട്ടാൻ തീരുമാനിച്ചു. എന്നാ നീ മനസ്സിലായിക്കോ, ഇവക്ക് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ട്. ഇവക്ക് ഒരുപാട് കുറവുണ്ടെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു. ഇല്ല മോളെ. അതെ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. നീരാളിച്ചേട്ടൻ അറിയാവോ, എനിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളാ ഇത്. നീ ചൊവ്വാദോഷോ? എനിക്ക് ഭയങ്കര കട്ട ചൊവ്വയില്ലയോ? മത്സ്യകന്യക്ക് ചൊവ്വാദോഷോ? പിന്നെ ഞങ്ങളുടെ ഇവിടെ ഏറ്റവും വലിയ ശാപം ചൊവ്വാദോഷമാ. ആദ്യം പറഞ്ഞില്ലായിരുന്നല്ലോ ചൊവ്വാദോഷം ഉണ്ടെന്നുള്ളവരും. അല്ലിപ്പോ ചേട്ടൻ എന്നെ സ്നേഹിച്ചില്ലേ കണ്ടപ്പോ തന്നെ, പിന്നെ ഞാൻ എന്തിനാ പറയുന്നത്? ഇത് വേറെ പ്രശ്നം. എന്റെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ ഈ ചൊവ്വാദോഷമുള്ള പെണ്ണുങ്ങളെ ഭയങ്കര കലിയാ. തന്നെയല്ല, ഈ ടൈൽസേക്കടെ ഒക്കെ ഈ ചിറക് വെച്ചിങ്ങനെ നടന്നതിലേക്ക് വെള്ളം നനച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ നടുവടിച്ച് വീഴും. 3 പ്രാവശ്യം നടുവടിച്ച് വീണ. അതുകൊണ്ട് 2 കാരണങ്ങളാ. ഒന്ന് ചൊവ്വാദോഷം, ഒന്ന് നടു. അതുകൊണ്ട് സമ്മതിക്കില്ല, അച്ഛൻ സമ്മതിക്കില്ല. അല്ല പിന്നെ എന്നെ എന്ത് വന്നാലും എന്നെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞല്ലേ? അല്ല, ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ. ചൊവ്വാദോഷം ഉള്ള സ്ഥിതിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഏറ്റവും അത്യുത്തമൻ ഈ നീരാളിയാ. ഓഹോ, അപ്പൊ ഞാൻ ചുമ്മാതെ ഒരു ചൊവ്വാദോഷത്തിന്റെ കഥ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്നെ വേണ്ട. അല്ല, ചൊവ്വാദോഷം ഇല്ലായിരുന്നു. എനിക്ക് ശരിക്കും ചൊവ്വാദോഷം ഒന്നുമില്ല. ഞങ്ങൾക്ക് ചൊവ്വാദോഷം ഒന്നുമില്ല. അല്ല, ആദ്യം പറഞ്ഞു ചൊവ്വാദോഷം ഉണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ അച്ഛന്റെ പേരും പറഞ്ഞിട്ട് നടക്കൂലെന്ന് പറഞ്ഞു. നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്ത് ടെസ്റ്റ് ചെയ്യണ്ടേ? കല്യാണം കഴിച്ച അപ്പൊ തന്നെ ഡിവോഴ്സ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛനെ എനിക്ക് പേടിയില്ല. എന്റെ കൂടെ ഇറങ്ങിയാൽ ഞാൻ അല്ല, അച്ഛന് ടൈൽസിൽ കൂടെ ഞാനിങ്ങനെ പോകുമ്പോ അച്ഛൻ അത് തെന്നി വീഴുമ്പോ നടുവൊക്കെ ഒടിയുമല്ലോ. അതുകൊണ്ട് വേണ്ട. എന്റെ നടുവിന്റെ കേസ് നിങ്ങൾ ഇവിടെ ഒരു ദിവസം സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്നപ്പോ നീ എന്തിനാണ് സെക്കൻഡ് ഷോ പോയെന്ന് ചോദിക്കണം. ഞാൻ നേരെ വാ തപ്പി പിടിച്ചിട്ട് ചങ്ക് നോക്കറോ ഒറ്റ ഇടിയാൻ കഴിച്ചു. പിന്നെ അച്ഛൻ ചുമക്കുന്നത് ഏഞ്ചലോയ്സിൽ ഋതം വായിക്കണ ആളുടെ കൂടെ.
അതുകൊണ്ട് അച്ഛന്റെ കേസ് വിട്. നിനക്ക് എന്റെ കൂടെ പറയാൻ പറ്റും, ഞാൻ നിന്നെ കൊണ്ടുപോകും. വേണ്ട, നിങ്ങൾ നിലപാടില്ലാത്തവരാ, വാക്കിന് വ്യവസ്ഥയില്ലാത്തവര്. ഞങ്ങൾ സത്യമുള്ള ആൾക്കാരാ. അതുകൊണ്ട് നിങ്ങളെ എനിക്ക് വേണ്ട. എനിക്ക് എന്റെ നീരാളി ചെറുക്കനെ മതി. അയ്യോ, അപ്പൊ എന്റെ സ്റ്റീൽ പാത്രം അലുമിനിയം തവിയും അതിങ്ങ് എടുത്തോണ്ടോ ഇച്ചിരി കഞ്ഞി കുടിച്ചേച്ചങ്ങ് പോവാ. അയ്യോ